ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മിഷൻ HSAയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ജനറൽ പാർട്ടിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേരള റിനൈസൻസ്. കേട്ടോ, കേരള റിനൈസൻസ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് എടുക്കുന്നത്. കേരള റിനൈസൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട റിവോൾട്ട്സും അതുപോലെ പ്രക്ഷോഭങ്ങളും മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഈ കേരള റിനൈസൻസ് എന്ന ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. റിനൈസൻസ് ലീഡർ നമ്മളൊരാളെടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ഇന്ത്യൻ റിനൈസൻസ് ക്ലാസ് കുറച്ച് പാർട്ട് ചെയ്തിരുന്നു, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കേരള റിനൈസൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരള റിനൈസൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ റിനൈസൻസും കേരള റിനൈസൻസും എടുത്തു പോകാം. എങ്കിൽ മാത്രമേ ജനറൽ പാർട്ടിൽ നിന്നുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാർട്ട് മാത്രം നമ്മൾ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരുന്നാൽ മറ്റേ പാർട്ടിൽ നിന്നും ഒന്നും കിട്ടാതെ വരും. അപ്പോൾ രണ്ടും കൂടെ പാരലലായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് രണ്ട് പാർട്ടിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ജനറൽ പാർട്ട് സീരീസ് എല്ലാ സബ്ജക്റ്റുകാർക്കും സെയിം സിലബസ് ആണ്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകാർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കേരള റിനൈസൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ കണ്ടുവരിക. അപ്പോൾ നമുക്ക് നോക്കാം. കേരള റിനൈസൻസ് പറയുമ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ റിവോൾട്ടാണ് അഞ്ചുതെങ്ങ് റിവോൾട്ട്, അല്ലേ? അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കോട്ടയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അഞ്ചുതെങ്ങ് കലാപം നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? 1695 ഉമയമ്മ റാണിയുടെ അനുവാദത്തോടുകൂടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അഞ്ചുതെങ്ങിലൊരു കോട്ട പണിയുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ നോക്കിയതൊക്കെ എന്ത് ചെയ്തു, പ്രദേശവാസികളായ ആളുകളെ ചൊടിപ്പിക്കുകയും ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഈ ഒരു പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് റിവോൾട്ട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കലാപം എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചുതെങ്ങ് കലാപം ആദ്യത്തെ റിവോൾട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ റിവോൾട്ട് ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ പറയുന്നത്? The British East India Company's unfair trade practices, particularly the manipulation of black pepper prices and large scale corruption. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ ശ്രമിച്ചതും അവരുടെ അഴിമതിയും അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള വ്യാപാര കുത്തകകളും എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് പ്രദേശവാസികളെ അല്ലെങ്കിൽ കേരള നിവാസികളെ പ്രകോപിതരാക്കുകയും അങ്ങനെ നടന്നൊരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇയർ ചോദിച്ചാൽ 1697 ഓർത്തിരിക്കുക. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റിവോൾട്ട് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് റിവോൾട്ടാണ്. എന്നാൽ അടുത്തത് ആറ്റിങ്ങൽ റിവോൾട്ട്, ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1721 അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള, അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റിവോൾട്ട് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ റിവോൾട്ട്. എന്നാൽ ഫസ്റ്റ് റിവോൾട്ട് അഗൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് റിവോൾട്ട്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തെ റിവോൾട്ട് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് റിവോൾട്ട്, എന്നാൽ ഓർഗനൈസ്ഡ് എന്നോ സംഘടിതമായ കലാപം എന്നോ ഒക്കെ ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. The treaty signed after Attingal revolt was Venad Treaty. It was signed by മാർത്താണ്ഡവർമ്മ and Alexander Ome, അല്ലേ? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചപ്പെട്ട ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്, വേണാട് ട്രീറ്റിയാണ്. 1723 ഇത് ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിൽ ചേർന്നിട്ടാണ് ഒപ്പുവെക്കുന്നത്? മാർത്താണ്ഡവർമ്മയും അതുപോലെ അലക്സാണ്ടർ ഓം. ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായി അലക്സാണ്ടർ ഓം വരുന്നു. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന ഖ്യാതിയോടുകൂടി നമ്മുടെ മാർത്താണ്ഡവർമ്മയും കൂടെ ചേർന്നിട്ടാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, റീസൺ, അഞ്ചുതെങ്ങിൻ്റെ റീസൺ ഓർത്തിരിക്കുക. ബ്ലാക്ക് പെപ്പറിൻ്റെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസൊക്കെ ആയിരുന്നു നമ്മുടെ അഞ്ചുതെങ്ങ് റിവോൾട്ടിന് കാരണമായത്.
അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് റിവോൾട്ട് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങാണ്. എന്നാൽ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ റിവോൾട്ടാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി റിവോൾട്ട്, പഴശ്ശി യുദ്ധങ്ങൾ. അപ്പോൾ പഴശ്ശി യുദ്ധത്തിൻ്റെ കാലയളവ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1793 മുതൽ 1805 വരെ പഴശ്ശി കലാപത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഡ്യൂറേഷനായിട്ട് പറയുന്നുണ്ട്. പഴശ്ശി റിവോൾട്ട് 1793 മുതൽ 1805 വരെയാണ്. റിവോൾട്ട്സ് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ വെയർ ഓർഗനൈസ്ഡ് ബൈ കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ പ്രക്ഷോഭം നടത്തിയ വ്യക്തിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ എവിടെയായിരുന്നു പഴശ്ശിരാജ റിവോൾട്ട് നടത്തിയത്? മലബാറിൽ അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ റിവോൾട്ട് നടത്തിയ വ്യക്തിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് കേരള സിംഹം. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജ തന്നെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ്. ഇനി പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഓർത്തിരിക്കുക. ഒന്ന് കേരള സിംഹം, രണ്ട് പുരളിശെമ്മൻ, പിന്നെ പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ തന്നെയാണ്. പുരളിശെമ്മനെന്നോ പൈച്ചി രാജയെന്നോ കൊട്ടിയൂട്ട് രാജയെന്നോ ഒക്കെ ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണെന്ന് ഓർത്തിരിക്കുക. ദെൻ ബർത്ത് പ്ലേസ് ഓഫ് പഴശ്ശിരാജ വാസ് പടിഞ്ഞാറേ കോവിലകം, കോട്ടയം ഫാമിലി. അപ്പോൾ പഴശ്ശിരാജയുടെ ജന്മം എന്ന് പറയുന്നത് കോട്ടയം രാജകുടുംബാംഗമാണ്, അല്ലെങ്കിൽ കോട്ടയം രാജവംശമാണ് അല്ലെ. കോട്ടയം രാജവംശം, ഇന്നത്തെ കോട്ടയം അല്ല, അന്നത്തെ കോട്ടയം എന്ന് പറയുന്നത് അത് വേറെയാണ് അല്ലെ. അന്ന് കേരളം ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ കോട്ടയം എന്ന് കേട്ട് വെറുതെ കൺഫ്യൂസ് ആക്കണ്ട. അപ്പോൾ പഴശ്ശിരാജയുടെ രാജകുടുംബം എന്ന് പറയുന്നത് കോട്ടയം രാജവംശമാണ്, പടിഞ്ഞാറേ കോവിലകമാണ്. ഇനി ഈ പഴശ്ശി റിവോൾട്ട് 1793 മുതൽ 1805 വരെ പറഞ്ഞെങ്കിലും രണ്ട് റിവോൾട്ടായിട്ടാണ് പഴശ്ശി വിപ്ലവങ്ങൾ നടക്കുന്നത്. രണ്ട് വിപ്ലവങ്ങൾ, പഴശ്ശിയുടെ ഒന്നാം വിപ്ലവവും അതുപോലെ പഴശ്ശിയുടെ രണ്ടാം വിപ്ലവവും. അപ്പോൾ പഴശ്ശീസ് ഫസ്റ്റ് റിവോൾട്ട്, ഒന്നാം വിപ്ലവം നടക്കുന്നത് 1793 മുതൽ 1797 വരെയാണ്. പഴശ്ശീസ് ഫസ്റ്റ് റിവോൾട്ട് 1793 to 1797. ഓക്കെ. ഇനി പഴശ്ശി സെക്കൻഡ് റിവോൾട്ട് ആണെങ്കിലോ 1800 മുതൽ 1805 വരെയാണ് പഴശ്ശിയുടെ രണ്ടാം വിപ്ലവം നടക്കുന്നത്. 1800 മുതൽ 1805 വരെ. ഓക്കെ, ജസ്റ്റ് മലയാളംകാരും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ മലയാളത്തിലൂടെ പറയുന്നത്. അപ്പോൾ പഴശ്ശി ഫസ്റ്റ് റിവോൾട്ട് 1793 മുതൽ 1797 വരെ, സെക്കൻഡ് റിവോൾട്ട് 1800 മുതൽ 1805 വരെ. ഇനി ഈ പഴശ്ശി റിവോൾട്ട്, നമ്മൾ രണ്ട് റിവോൾട്ട് പറഞ്ഞല്ലോ. ഓരോ റിവോൾട്ടിനുമുള്ള ഓരോ പ്രക്ഷോഭത്തിനും ഓരോ കാരണമായിരുന്നു. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? റവന്യൂ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. റവന്യൂ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു? ദ ബ്രിട്ടീഷേഴ്സ് എഫേർട്ട് ടു ക്യാപ്ചർ വയനാട് അല്ലെ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം. ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചുതെങ്ങിന്റെ റീസൺ കുരുമുളകിന്റെ വ്യാപാര കുത്തകയാണെങ്കിൽ, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതുമായിരുന്നു. ഓർത്തു തന്നെ വെക്കുക. ഇനി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ബ്രിട്ടീഷ് ഫോഴ്സ് ഇൻ മലബാർ വാസ് സർ ആർതർ വെല്ലസ്ലി. അപ്പോൾ മലബാറിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന വ്യക്തിയാണ് സർ ആർതർ വെല്ലസ്ലി അല്ലെ. ആർതർ വെല്ലസ്ലി നമ്മുടെ നെപ്പോളിയനുമായിട്ട് 1815 വാട്ടർലൂ യുദ്ധം നടത്തിയ വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി എന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, പഴശ്ശി റിവോൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് സബ് കളക്ടർ ഓഫ് തലശ്ശേരി ടു സപ്രസ് ദ റിവോൾട്ട് ഓഫ് പഴശ്ശിരാജ വാസ് തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബാബർ എന്നറിയപ്പെടുന്ന തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട തലശ്ശേരി സബ് കളക്ടർ. ആരായിരുന്നു? നമ്മുടെ തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബാബർ ആയിരുന്നു നമ്മുടെ തലശ്ശേരി സബ് കളക്ടർ. പഴശ്ശി റിവോൾട്ട് അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് കോഡ്സ് ഒക്കെ പറയുന്നുണ്ട്. കുറിച്യ റിവോൾട്ടും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കോഡ്സ് ഒക്കെ നമ്മുടെ SCERT പറയുന്നുണ്ട് അല്ലേ.
ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കോട്ടൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ TH ബാബർ എന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ആ പേര് കേട്ടപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അത് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ദെൻ ദ സെൻറ്റർ ഓഫ് ഫസ്റ്റ് പഴശ്ശി ഔട്ട് ബ്രേക്ക് വാസ് അറ്റ് പുരളിമല, കണ്ണൂർ. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയായിരുന്നു, അല്ലേ? കണ്ണൂരിലെ പുരളിമലയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് വയനാടായിരുന്നു, വയനാട്. പഴശ്ശിരാജ ഓർഗനൈസ്ഡ് ദ ഗറില്ല വാർഫെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുറിച്യാസ് ആൻഡ് കുറുംബാസ്, അല്ലെ? കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടുകൂടി പഴശ്ശിരാജ പ്രയോഗിച്ച യുദ്ധമുറയായിരുന്നു ഗറില്ല യുദ്ധരീതി. അപ്പോൾ ഗറില്ല യുദ്ധരീതി പ്രയോഗിച്ച വ്യക്തി അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണ്. അതിന് പഴശ്ശിരാജയെ സഹായിച്ചത് കുറിച്യരും കുറുമ്പരുമായിരുന്നു. കുറിച്യാസ് ലെഡ് ബൈ തലക്കൽ ചന്തു, അവരിൽ കുറിച്യരെ നയിച്ച വ്യക്തി അല്ലെങ്കിൽ കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? പഴശ്ശി കലാപ സമയത്തെ കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു, തലക്കൽ ചന്തു. ദെൻ മിലിറ്ററി കമാൻഡർ ഓഫ് പഴശ്ശിരാജ വാസ് കൈതേരി അമ്പുനായർ. പഴശ്ശിരാജയുടെ മിലിറ്ററി കമാൻഡർ ആരായിരുന്നു? കൈതേരി അമ്പുനായർ ആയിരുന്നു. കൈതേരി അമ്പുനായറാണ്. ഓക്കെ, ഇനി ഈ പഴശ്ശി വിപ്ലവത്തിൽ സഹായിച്ചവരുടെ പേരുകളാണ് താഴെ പറയുന്നത്. ഈ 4 പേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പേരാണ് പറയുന്നത്. ആരൊക്കെയാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. അപ്പോൾ പഴശ്ശി റിവോൾട്ടുമായി ബന്ധപ്പെടുത്തി ഈ 4 പേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കുക. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. ഇതിൽ തലക്കൽ ചന്തു കുറിച്യ നേതാവും എടച്ചേന കുങ്കൻ നായർ നായർ പടയുടെ നേതാവുമായിരുന്നു. അപ്പോൾ കുറിച്യർ പടയുടെ നേതാവ്, ഈ പഴശ്ശി വിപ്ലവ സമയത്ത് കുറിച്യർ പടയുടെ നേതാവ് തലക്കൽ ചന്തുവും നായർ പടയുടെ നേതാവ് എടച്ചേന കുങ്കൻ നായരുമായിരുന്നു. ദെൻ പഴശ്ശിരാജ വാസ് ഷോട്ട് ഡെഡ് ബൈ ദ ബ്രിട്ടീഷ് മിലിറ്ററി ഓൺ 30th November 1805. അങ്ങനെ പഴശ്ശിരാജ വീരചരമം പ്രാപിക്കുന്നത് 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുന്നു. 1805 നവംബർ 30. ദെൻ അതിൻ്റെ പല കഥകളും ഉണ്ട്. മോതിരം കഴിച്ചു, ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ വധിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ ഡേറ്റ് ഓർത്തിരിക്കുക. 1805 നവംബർ 30 പഴശ്ശിരാജ മരണമടയുന്നത്. ആൻഡ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മാവിലാൻ തോട്. പഴശ്ശി വാസ് കിൽഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് മാവിലാൻ തോട്. മാവിലാൻ തോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് പഴശ്ശിരാജ എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത് 1805 നവംബർ 30. ദെൻ ഈ തലക്കൽ ചന്തുവും പനമരം കോട്ട കീഴടക്കിയ വർഷം ഓർത്തിരിക്കുക. 1802 തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ പനമരം കോട്ട പിടിച്ചടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തലക്കൽ ചന്തു മെമ്മോറിയലും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതും പനമരം തന്നെയാണ്. തലക്കൽ ചന്തു മെമ്മോറിയൽ, അല്ലേ? തലക്കൽ ചന്തു പഴശ്ശി വിപ്ലവ സമയത്തെ കുറിച്യരുടെ നേതാവായിരുന്ന തലക്കൽ ചന്തു മെമ്മോറിയൽ എവിടെയാണ്? പനമരമാണ്. ഇനി പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ഓർക്കുക കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഴശ്ശിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ മോണുമെൻറ്റ്സ്, ഡാം, മ്യൂസിയം, കോളേജ്, ഗുഹ, അല്ലേ? അപ്പോൾ പഴശ്ശി സ്മാരകം അല്ലെങ്കിൽ പഴശ്ശി മോണുമെൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അത് മാനന്തവാടി, വയനാടാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, പഴശ്ശി മോണുമെൻറ്റ്. ദെൻ പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂർ. ദെൻ പഴശ്ശി മ്യൂസിയം, ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം, ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി സ്മാരക കോളേജ്, പുൽപ്പള്ളി, വയനാട്. പഴശ്ശി സ്മാരക കോളേജ്, പുൽപ്പള്ളി, വയനാട്. പഴശ്ശി ഗുഹ, മലപ്പുറം. പഴശ്ശി ഗുഹ, മലപ്പുറം. ഓക്കെ, അപ്പോൾ പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി ഡാം കണ്ണൂർ, വളപട്ടണം പുഴ. ഓർത്ത് വെക്കാൻ, നമ്മുടെ ഡാം എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ, നമ്മുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ പുഴ പോലെ ഒഴുകും, അല്ലേ? അപ്പോൾ കണ്ണിൽ കൂടെ ആ പുഴ പോലെ ഒഴുകുന്നത് നമ്മൾ കരയുമ്പോൾ, അപ്പോൾ ഡാം പോലെ പൊട്ടിപ്പോകുന്നു എന്ന് ഓർത്തിരിക്കുക. പഴശ്ശി ഡാം, വളപട്ടണം പുഴ, കണ്ണൂർ. ദെൻ പഴശ്ശി മ്യൂസിയത്തിൽ ആരാ ഉള്ളത്? കോഴികളൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി മ്യൂസിയം. ദെൻ പഴശ്ശി സ്മാരക കോളേജ് പുൽപ്പള്ളിയാണ്. പഴശ്ശി ഗുഹ എവിടെയാ? ആ മലയുടെ മുകളിലാണെന്ന് ഓർത്തിരിക്കുക. പഴശ്ശി ഗുഹ, മലപ്പുറം. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശിരാജയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് കേട്ടോ. ഈ പഴശ്ശി റിവോൾട്ടുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് ബുക്കുകളുടെ പേര്. കേരള സിംഹം എന്ന ബുക്ക് രചിച്ചത് സർദാർ KM പണിക്കറാണ്. ഇനി
സർദാർ KM പണിക്കറുടെ തന്നെ മറ്റൊരു ബുക്കാണ് പറങ്കിപ്പടയാളി. ഇപ്പോൾ കേരള സിംഹം, പറങ്കിപ്പടയാളി എന്നീ ബുക്കുകളൊക്കെ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. ദെൻ പഴശ്ശി സമരങ്ങൾ എന്ന ബുക്ക് രചിച്ചത് KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? മുണ്ടക്കയം ഗോപിയാണ്. ദെൻ പുരളിമലയിലെ പൂമരങ്ങൾ അതുപോലെ പുള്ളിമാനും പഴശ്ശിയും ഈ ബുക്കുകൾ രണ്ടും എഴുതിയത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായർ. ഒരിക്കൽ കൂടെ കേരള സിംഹം, പറങ്കിപ്പടയാളി രണ്ട് ബുക്കും എഴുതിയത് സർദാർ KM പണിക്കർ. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എഴുതിയത് മുണ്ടക്കയം ഗോപി. പുരളിമലയിലെ പൂമരങ്ങൾ അതുപോലെ പുള്ളിമാനും പഴശ്ശിയും രചിച്ചത് P. കുഞ്ഞിരാമൻ നായർ. ഇനി കേരളവർമ്മ പഴശ്ശിരാജ അല്ലേ? കേരളവർമ്മ പഴശ്ശിരാജ സിനിമയാണ് നമുക്ക് നോക്കാം. ഇത് 2009 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് 2009. ഇത് സംവിധാനം ചെയ്തത് ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. നിർമ്മാണം, പ്രൊഡക്ഷൻ ആരായിരുന്നു? ഗോകുലം ഗോപാലനാണ്. നിർമ്മാണം ആരുടേതായിരുന്നു? ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. അതുപോലെ തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. തിരക്കഥ എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. സംഗീതം നൽകിയത് ഇളയരാജ. ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി. ഇപ്പോൾ പഴശ്ശിരാജ, നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്തത് 2009. സംവിധാനം ഹരിഹരൻ, നിർമ്മാണം ഗോകുലൻ ഗോപാലനാണ്. തിരക്കഥ MTയുടേതാണ്. സംഗീതം നൽകിയത് ഇളയരാജ. ശബ്ദമിശ്രണം ആരാണ്? നമ്മുടെ റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും ചെയ്തത് ആരാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മുടെ പഴശ്ശിരാജയായിട്ട് ആക്ട് ചെയ്തത് മമ്മൂട്ടിയാണ് അല്ലേ? പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടി. കൈതേരി മാക്കമായിട്ട് കനിഹ സുബ്രഹ്മണ്യമാണ് കൈതേരി മാക്കമായിട്ട് അഭിനയിച്ചത്. ഇടച്ചേന കുങ്കൻ ശരത് കുമാർ. തലക്കൽ ചന്തു മനോജ് K. ജയനായിരുന്നു തലക്കൽ ചന്തുവിൻ്റെ വേഷം അഭിനയിച്ചത്. നീലി ആരായിരുന്നു? പത്മപ്രിയയാണ് അല്ലേ? പത്മപ്രിയയാണ് നീലിയായിട്ട് അഭിനയിച്ചത്. വീരവർമ്മ തിലകനായിരുന്നു. കൈതേരി അമ്പു സുരേഷ് കൃഷ്ണ. ഒരിക്കൽ കൂടെ, പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടി. കൈതേരി മാക്കം കനിഹ സുബ്രഹ്മണ്യം. ഇടച്ചേന കുങ്കൻ ശരത് കുമാർ. തലക്കൽ ചന്തു മനോജ് K. ജയൻ. നീലിയായിട്ട് അഭിനയിച്ചത് പത്മപ്രിയ. വീരവർമ്മ തിലകൻ. കൈതേരി അമ്പു നമ്മുടെ സുരേഷ് കൃഷ്ണയാണ്. ഇനി പഴശ്ശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ചിത്രമാണ് പഴശ്ശിരാജ. 1964 റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത്. സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ഓർമ്മ വന്നതാ. 1964 ആ ഒരു സിനിമ റിലീസാവുന്നത് പഴശ്ശിരാജ. അത് സംവിധാനം ചെയ്ത വ്യക്തി കുഞ്ചാക്കോയാണ് കേട്ടോ. കുഞ്ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് സംവിധാനം ചെയ്യുന്നത്. ആ ഒരു മൂവിയിൽ പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു. പഴശ്ശിരാജ എന്ന് പറഞ്ഞ 1964 റിലീസ് ചെയ്ത സിനിമയിൽ പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ പഴശ്ശിരാജയെക്കുറിച്ച് നമ്മുടെ തോമസ് ഹാർവേ ബാബർ പറഞ്ഞ വരികൾ SCERTയിലുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മലയാളത്തിലാണല്ലോ വായിക്കുന്നത് കേട്ടോ. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. മരണത്തിനു പോലും മായ്ക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വരികൾ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞത് ആരാന്ന് ചോദിക്കാം. അത് നമ്മുടെ TH ബാബറാണ് പറഞ്ഞത്. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് എന്ന് തോമസ് ഹാർവേ ബാബർ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിയെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഒരിക്കൽ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യത്തെ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അടുത്തത് നമ്മുടെ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമായിരുന്നു അടുത്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് റിവോൾട്ട് അല്ലെങ്കിൽ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. നേരത്തെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞില്ലായിരുന്നു. 1721 ഏപ്രിൽ 15 നമ്മൾ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഡേറ്റ് ആയിട്ട് പറയുന്നത്. 1721 ഏപ്രിൽ 15 നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്.
അപ്പോൾ തലശ്ശേരിയിൽ നിന്നും വന്ന ഇംഗ്ലീഷ് സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എന്നും കൂടി ഓർത്തിരിക്കുക. തലശ്ശേരിയിൽ നിന്നും വന്ന ഇംഗ്ലീഷ് സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഓക്കെ, ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉടമ്പടിയാണ്, ട്രീറ്റിയാണ് വേണാട് ട്രീറ്റി എന്ന് പറയുന്നത്. വേണാട് ഉടമ്പടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി 1723 ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു ഒപ്പുവെച്ചത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പഴശ്ശി റിവോൾട്ടായിരുന്നു. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപവും അതുപോലെ 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപവും നടക്കുന്നുണ്ട്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു, അല്ലേ? ഫാൾസ് റവന്യൂ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ്. ദെൻ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതുമായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.